സവാളയൊന്നും വഴറ്റി സമയം കളയണ്ട. പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു 3 മീഡിയം സൈസ് സവാളയും 2 പച്ചമുളകും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കുക്കർ അടച്ച് ഒരു 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ അടുപ്പിച്ചതിന് ശേഷം മാറ്റി വെക്കുക. ഒരു 1/2 കപ്പ് നാളികേരം ചിരകിയതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകവും 1 ഏലക്കയും 4-5 കാഷ്നട്ടും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. കുക്കറിൻ്റെ പ്രഷറൊക്കെ മാറിയപ്പോൾ നമ്മൾ മറ്റൊരു കടായിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കോക്കനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ആ ജാറ് കഴുകി നമുക്ക് ആവശ്യത്തിനുള്ള കറിക്കുള്ള ചാറൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയും വീണ്ടും നന്നായിട്ട് ഇളക്കി അതിലേക്ക് ഗരം മസാലയും അതേപോലെ കുരുമുളക് പൊടിയും നമ്മൾ ഒരു 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. അപ്പോൾ ഇനി നല്ല തിളച്ച് വരുമ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു തിളയും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡിയാണ്. അപ്പം ചപ്പാത്തി, ഇടിയപ്പം, പാലപ്പം എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളിയാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണേ.